ആരാടാ പറഞ്ഞത് ആസ്വദിക്കാനാണെന്ന്? ഈ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? പടച്ചവനെ അല്ലടാ ചെറുപ്പക്കാരാ, നിനക്ക് തോന്നുന്നത് പോലെ നിനക്ക് ജീവിക്കാനുള്ളതല്ല, നിനക്ക് തിന്നാനുള്ളതല്ല, നിനക്ക് ആസ്വദിക്കാനുള്ളതല്ല. ഇഷ്ടമുള്ളത് തിന്ന് കുടിച്ച് ആസ്വദിച്ചും മതിമറന്ന് നടക്കാനല്ല അല്ലാഹു ശ്രദ്ധിച്ചിരിക്കുന്നത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാ, അല്ല പറയുന്നത് പോലെ ജീവിക്കാനാ. അല്ലാതെ നിനക്ക് തിന്നാനും തന്ന് ധരിക്കാനും തന്ന് ഈ ആകാശത്തിന്റെ മുകളില് ഈ ഭൂമിയുടെ മുകളില് അള്ളാഹു നിനക്ക് സർവ്വതം തന്നിട്ട് കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് പോലെ നടക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സഹോദരാ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യ്, അള്ളാഹുവിനെ വഴിപ്പെട്. നീ അടിമയാണ്, നീ അടിമയാണ്. യജമാനൻ അള്ളാഹുവാണ്. നിന്റെ യജമാനൻ എന്തു പറയുന്നോ അതുപോലെ വേണം നീ അനുസരിക്കാൻ. എന്തു പറഞ്ഞാലും അനുസരിക്കണം, എന്തു പറഞ്ഞാലും അനുസരിക്കണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് പറയുകയാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, ജീവിതം സുഖിക്കാനുള്ളതല്ല. ആസ്വദിക്കലും സുഖിക്കലുമൊക്കെ സ്വർഗത്തിലാടാ ചെറുപ്പക്കാരാ, ദുനിയാവിലല്ല. ദുനിയാവിൽ നീ യാത്രക്കാരനാണ്. പടച്ചവനെ, മാനന്തവാടിയിൽ നിന്ന് കഥ നീ വയനാട്ടിലേക്ക് അല്ലെങ്കിൽ കൽപ്പറ്റയിലേക്ക് നീ പോകാൻ ബസ് കാത്തു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, രഹസ്യത്തിലും പരസ്യത്തിലും നീ അല്ലാഹുവിനെ പേടിക്ക്, ഇബാദത്തുകൾ ചെയ്യ്, നന്മകൾ ചെയ്യ്. 2023 വിട പറയാൻ ഇനി മണിക്കൂറുകൾ തികച്ചില്ല സഹോദരാ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിന്റെ ആയുസ്സിലെ ഒരു കൊല്ലം വിട പറയുകയാ, ഒരു കൊല്ലം വിട പറയുകയാ. 365 ദിവസം വിട പറയും. നീ അല്ലാഹുവിനെ പേടിക്ക്, ഇബാദത്തുകൾ ചെയ്യ്, നന്മകൾ ചെയ്യ്.